കുട്ടികളെ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്കത് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, now let's start about the vernalization. വെർണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്ന ഒരു ഭാഗം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെർണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ആണ് ഫോർ to become a mature plant. അതായത് പെട്ടെന്ന് ഒരു മെച്യൂർ പ്ലാന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെർണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഷോർട്ടനിങ് ദ ജുവാനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ആൻഡ് സ്പീഡ് അപ്പ് ഫ്ലവറിംഗ് ബൈ എ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ഗിവൻ ഫോർ സർട്ടൻ പ്ലാന്റ്സ്. അതായത് അതിന്റെ ജുവനൈൽ ഫേസും വെജിറ്റേറ്റീവ് ഫേസും എന്ത് ചെയ്യാം, ഷോർട്ടൺ ചെയ്യാം. നോർമൽ ആയിട്ടുള്ളതിനേക്കാളും ജുവനൈൽ ഫേസും ഷോർട്ടൺ വെജിറ്റേറ്റീവ് ഫേസും എന്ത് ചെയ്യാം, ഷോർട്ടൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ടെമ്പറേച്ചർ കൊടുക്കാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ലോ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഓക്കെ, എവിടെയാണ് ഇത് ഉപയോഗിക്കാറ് എന്നുള്ളത് നമുക്കറിയാം. ചില ഫുഡ് പ്ലാന്റ്സിൽ, ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സിലൊക്കെയാണ് സാധാരണ നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറ്. That is some food plant, wheat, barley, have two kinds of varieties. നമ്മൾ സാധാരണ വീറ്റ് ബാർലിയിലൊക്കെ രണ്ട് തരം വെറൈറ്റീസ് കാണാം, സ്പ്രിംഗ് വെറൈറ്റീസ് ആൻഡ് വിന്റർ വെറൈറ്റീസ്. Spring varieties and winter varieties എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, the both plants or the plant that are planted during the spring season and during the winter season, and the name is only coined with the season that the plant is planted. Okay, the spring variety, these are normally planted the spring and come to flower and produce the grain before the end of the growing season. അതായത് നമ്മളുടെ പ്ലാന്റേഷൻ നടക്കുന്നത് ഏത് സമയത്താണ്, സ്പ്രിംഗ് സീസണിലാണ്. So this variety is known as spring variety. And the next one is winter variety. Here the plantation is during the autumn season, that is winter season. Due to this we know that this is winter varieties. Okay, അപ്പോ വെർണലൈസേഷന്റെ ബേസിൽ സാധാരണ വെർണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിക്കുന്നത് വീറ്റ്, ബാർലി എന്ന് പറയുന്ന ഈ പറയുന്നവർക്കാണ്. ഓക്കെ, സെക്കൻഡ് അടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ആൾസോ വി യൂസ് ദ ബൈനിയൽ പ്ലാന്റ്സ്. നമുക്കറിയാം ബൈനിയൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ബൈനിയൽ? അതായത് ഒരു വർഷം, ഓക്കെ, അല്ലെങ്കിൽ 2 വർഷമൊക്കെ കാലാവധി ഉള്ളതിനെയാണ് നമ്മൾ ബൈനിയൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് രണ്ട് ഫ്ലവറിംഗ് നടക്കാം. There is monocarpic plant. The word monocarpic plant. It's a very new term. That is monocarpic. That means the plant flower only once in their life cycle. Plants flower during once in their life cycle. അവരുടെ ജീവിതചക്രത്തില് അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തില് ഒരു തവണ മാത്രം പുഷ്പിക്കുന്ന അല്ലെങ്കിൽ ഫ്ലവറിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ മോണോകാർപ്പിക് എന്ന് പറയുന്നത്. അതായത് ഇതിനായി പറയുന്നതാണ് ഷുഗർ, ബീറ്റ്, കാബേജ്, ക്യാരറ്റ് എക്സെട്ര. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോ പ്ലാന്റ്സ് നോർമലി ഫ്ലവർ ആൻഡ് ഡേ ഇൻ ദ സെക്കൻഡ് സീസണോട് കൂടി എന്ത് ചെയ്യും, അത് മരിച്ചു പോകും. ഫ്ലവർ ചെയ്ത് സെക്കൻഡ് സീസണോട് കൂടി അതിന്റെ കാലം കഴിയുന്നതാണ് ബൈനിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ വെർണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വെർണലൈസേഷൻ ബൈനിയൽസിനും നമ്മൾ ഉപയോഗിക്കാം. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഷുഗർ, ബീറ്റ്, കാബേജ്, അതുപോലെ തന്നെ ക്യാരറ്റ് എന്ന് പറയുന്നവയാണ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, മോണോകാർപ്പിക് എന്ന് പറയുന്ന വേർഡ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ബൈനിയൽ പ്ലാന്റ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട ഭാഗം. Next slide. Seed dormancy. This word dormancy നിങ്ങൾ കേട്ട് പരിചയിച്ച വേർഡാണ് ഡോർമൻസി. ഡോർമന്റ് സ്റ്റേറ്റ്, that's a new English word. അല്ലേ?
ഡോർമെന്റ് ആയി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായി വർക്കൊന്നും ചെയ്യാണ്ട് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന സ്റ്റേറ്റിനെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മൾ അതിനെ ഡോർമൻസി എന്ന് പറയുന്നത്. That word we taken into the scientific field, or when we go through the scientific meaning of dormancy. That means dormancy, that is seed dormancy, that is a condition by which the certain seed fail to germinate due to the control within the seed itself. അതായത് സീഡ് വിത്തിലെ പല കാരണങ്ങൾ കൊണ്ട് ചില സീഡുകൾ ജെർമിനേറ്റ് ചെയ്യാണ്ട് വരും. അതായത് നമ്മൾ ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിത്ത് മുളക്കുക എന്ന് നമുക്ക് പറയാം. അതായത് സീഡിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വിത്ത് മുളക്കൽ എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കാതിരിക്കും. അതിനെയാണ് നമ്മൾ ബയോളജിയിൽ അല്ലെങ്കിൽ സയന്റിഫിക് ടേമില് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഓക്കെ, what is the reasons for seed dormancy? Seed dormancy ക്കുള്ള കാരണം, the first one is very easy: impermeable and hard seed coat. What is impermeable? You are familiar with the word permeable and familiar with the word impermeable. What is impermeable? Impermeable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിവിടാൻ പറ്റാത്ത അല്ലെങ്കിൽ കടത്തിവിടാത്ത. ആൻഡ് ഹാർഡ് സീഡ് കോട്ട്. സീഡ് കോട്ടിന്റെ പ്രത്യേകത പറയാണ്, സീഡ് ഡോർമൻസി കാണിക്കുന്നവയാണെങ്കിൽ ഇംപെർമിയബിൾ ആൻഡ് എന്താണ് ഹാർഡ് സീഡ് കോട്ട് ആയിരിക്കും അതിൽ കാണുന്നത്. ആൻഡ് അനദർ വൺ, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ്. ചില ഇൻഹിബിറ്റേഴ്സ് കാണാം. ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾസ് ഇവിടെ ശ്രദ്ധിക്കാം. ഏതൊക്കെയാണ്? ആബ്സിസിക് ആസിഡ് ആൻഡ് ഫിനോളിക് ആസിഡ് ആൻഡ് പാരാ അസ്കോബിക് ആസിഡ്. ദിസ് type of acids, these three type of acid, that is abscisic acid, phenolic acid and para ascorbic acid, that is inhibitors present in the seed. അങ്ങനെ സീഡ്സിലുള്ള ചില കെമിക്കൽസ്, ആ കെമിക്കൽസിനെ നമ്മൾ ഇവിടെ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കാം. we know that what is inhibitors. അങ്ങനെ ചില ഇൻഹിബിറ്റേഴ്സ് കൊണ്ടും എന്ത് സംഭവിക്കാം? സീഡ് ഡോർമൻസി എന്ന് പറയുന്ന ആ പ്രോസസ് നടക്കാം. ആൻഡ് ഇമാച്യൂർ എംബ്രിയോസ് ഇമ്മച്യൂർ ആണെങ്കിലും സീഡ് ഡോർമൻസി നടക്കാം. എംബ്രിയോസിന്റെ ഡെവലപ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ, മെച്യൂരിറ്റി എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിത്ത് മുളക്കത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമ്മച്യൂർ എംബ്രിയോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് സീഡ് ഡോർമൻസിക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും കാരണങ്ങൾ കൊണ്ട് സീഡ് ജെർമിനേഷൻ, വിത്ത് മുളക്കൽ എന്ന് പറയുന്ന പ്രതിഭാസം നടക്കാതിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. And what are the remedial measures that's we taken to minimize the seed dormancy? എന്തെല്ലാം മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് സീഡ് ഡോർമൻസി ക്യൂർ ചെയ്യാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, we go to the next slide. Impermeable and hard seed coat ആണെങ്കിൽ, ഇംപെർമിയബിൾ ആയിട്ടുള്ള ഹാർഡ് സീഡ് കോട്ടാണ് അതിന് കാരണമെങ്കിൽ, നമുക്ക് മൈക്രോബിയൽ ആക്ഷൻസ് കൂടെ നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്ന പ്രവൃത്തി നോക്കുക. നാച്ചുറൽ ആയിട്ട് ചിലപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. ഒന്നാ മൈക്രോബിയൽ ആക്ഷൻ, അതായത് സെർട്ടൈൻ ബാക്ടീരിയാസ് വന്ന് ആ ഭാഗത്ത് അറ്റാക്ക് ചെയ്യുകയും ലാസ്റ്റ് ആ സീഡ് കോട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അത് നാച്ചുറൽ ആണ്. നാച്ചുറൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിപരമായിട്ട് സീഡ് ഡോർമൻസി ഇല്ലാതാക്കാനുള്ള ഒരു മെത്തേഡാണ് മൈക്രോബിയൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോബിയൽ ആക്ഷൻസിലൂടെ ആ സീഡ് കോട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്. And another one is pass the seed to the digestive tract of animals. നമ്മള് ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആ ഡോഡോ പക്ഷിയിലൂടെ വയറ്റിലൂടെ ഒരു വിത്ത് പുറത്തോട്ട് വരുന്നുണ്ട്. ആ സ്വാഭാവികമായിട്ടും ആ വിത്ത് പുറത്തോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ സീഡ് ഡോർമൻസി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ആ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചില പക്ഷികളുടെ അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ ഇത് കടന്നു വന്നാൽ മാത്രമേ അതിന്റെ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്യുകയുള്ളൂ. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം? നമുക്ക് സീഡ് ഡോർമൻസി ഇല്ലാതാക്കാം. ഒന്ന് മൈക്രോബിയൽ ആക്ഷൻ ആണെങ്കിൽ, രണ്ടാമത്തത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെയുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സീഡ് കോട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, നെക്സ്റ്റ് സ്ലൈഡ്. മാൻമെയ്ഡ്, എന്തല്ല മനുഷ്യൻ എങ്ങനെയൊക്കെ അതിന് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം.
നമുക്ക് സാധാരണ മെക്കാനിക്കൽ അബറേഷൻസ്, എന്താണ് മെക്കാനിക്കൽ അബറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെക്കാനിക്കൽ അബറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. മെക്കാനിക്കൽ അബറേഷൻസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ അതിനെ ഷേക്ക് ചെയ്യുക, അല്ലെ, അതുപോലെ തന്നെ അതിനെ പൊട്ടിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ചെയ്യാവുന്നതാണ്. അതായത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നൈഫ്സ് ഉപയോഗിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മെക്കാനിക്കൽ അബറേഷൻസ് സംഭവിക്കാൻ, നമുക്ക് അതിനെ പൊട്ടിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിഗറസ് ഷേക്കിംഗ് നടത്തിയാലും അതിന്റെ സീഡ് കോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പൊട്ടിക്കാം. ഇത്രയും മനുഷ്യനിർമ്മിത ഭാഗങ്ങൾ കൊണ്ടും നമുക്ക് അതിന്റെ സീഡ് ഡോർമൻസി ഇല്ലാതാക്കാം. ഈ the seed dormancy is due to the presence of hard and impermeable seed coat. ഹാർഡ് ആയിട്ടുള്ള ഇംപെർമിയബിൾ സീഡ് കോട്ട് ആണ് സീഡ് ഡോർമൻസിക്ക് കാരണമെങ്കിൽ നമുക്ക് എത്രയും കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എത്രയും മെത്തേഡുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സീഡ് ഡോർമൻസി ഇല്ലാതാക്കാം, അല്ലേ? വേറെ മറ്റു ടൈപ്പ് കാരണങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ, ഓക്കെ, യെസ്. അപ്പൊ അതിന് രണ്ട് കാരണങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട്സ് ആണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ചില്ലിംഗ് കണ്ടീഷൻ, അതായത് ഇങ്ങനെയുള്ള ഇൻഹിബിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സബ്ജക്ട് ദ സീഡ് ടു ചില്ലിംഗ് കണ്ടീഷൻ. വാട്ട് ഈസ് ചില്ലിംഗ് കണ്ടീഷൻ? ചില്ലിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക എന്നുള്ളതാണ്, ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്ലൈ ജിബർലിക് ആസിഡ് ഓർ നൈട്രേറ്റ്, അല്ലെങ്കിൽ ജിബർലിക് ആസിഡോ നൈട്രേറ്റുകളോ അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. If the seed dormancy is due to the presence of inhibitors, ഇൻഹിബിറ്റേഴ്സ് കൊണ്ടാണെങ്കിൽ, ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം, ആബ്സിസിക് ആസിഡ്, ഫിനോളിക് ആസിഡ് ആൻഡ് പാരാ ascorbic acid. Okay, let's go to the next slide. Immature embryos. ഇമച്വർ എംബ്രിയോസ് ആണെങ്കിൽ നമുക്ക് ഒരേ ഒരു കാര്യം അവിടെ ചെയ്യാനുള്ളൂ, അതിന്റെ ടെമ്പറേച്ചറിന്റെയും അതുപോലെ തന്നെ ലൈറ്റിന്റെയും ഇന്റൻസിറ്റി മാറ്റുക എന്നുള്ളതാണ്. ആ ഇന്റൻസിറ്റി മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇമച്വർ എംബ്രിയോസിൽ മാറ്റം വരുത്താം. അതായത് എംബ്രിയോ ഡെവലപ്മെന്റ് ഒരു പ്രധാന ഘടകമാണ് ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സീഡ് ഡോർമൻസിയിൽ പറയാനുള്ളത്. എന്താണ് സീഡ് ഡോർമൻസി, കാരണം എന്താണ്, കാരണത്തിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണ് എന്നുള്ളതാണ് സീഡ് ഡോർമൻസിയിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Let's go to the auxins. Now we go into the main part of this chapter, that is plant regulators or plant growth hormones. The first one, we know that the plant growth hormones will be classified to the two types, that is plant growth inhibitors and growth regulators. You know that what is growth inhibitors and growth regulators. First of all, we discuss about the growth promoting hormone or growth regulating hormones. We start with auxins. Auxins എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to grow എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അതായത് വളരുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനുമാണ്. ചാൾസ് ഡാർവിന്റെയും ഫ്രാൻസിസ് ഡാർവിന്റെയും പരീക്ഷണം നമുക്കറിയാം. കോളിയോപ്റ്റെയിൻ എന്ന് പറയുന്ന റീജിയൻ നമുക്ക് അറിയുന്നതാണ്. കോളിയോപ്റ്റെയിലും കോളിയോറൈസയൊക്കെ നിങ്ങൾ അനാട്ടമിയിലൊക്കെ പഠിച്ചതാണ്. അദ്ദേഹം കോളിയോപ്റ്റെയിൽ എന്ന് പറയുന്ന കാനറി ഗ്രാസിന്റെ, ഇവിടെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം പരിശോധിക്കുന്നത് കാനറി ഗ്രാസ് ആണ്. കോളിയോപ്റ്റെയിൽ പരിശോധിക്കുന്ന സമയത്ത് ഈ കോളിയോപ്റ്റെയിൽ, അല്ലെ, കോളിയോപ്റ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ സൂര്യനാണെന്ന് വിചാരിക്കാം. ഈ കോളിയോപ്റ്റെയിൽ എങ്ങോട്ട് വളരുന്നു, സൂര്യന്റെ ഡയറക്ഷനിലോട്ട് വളരുന്നു എന്ന് അദ്ദേഹം കണ്ടു. അതായത് അതിന്റെ കോളിയോപ്റ്റെയിൽ, അതായത് അതിന്റെ സ്റ്റെം പാർട്ട് എങ്ങോട്ട് വളരുന്നു, സൂര്യന്റെ ഡയറക്ഷനിലോട്ട് വളരുന്നു എന്നർത്ഥം. പക്ഷെ അദ്ദേഹത്തിന്റെ സമയത്ത് അത് ഓക്സിൻസ് ആണെന്ന് കാണാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് FW വെൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഓക്സിൻസ്, കോളിയോപ്റ്റെയിൽസിന്റെ സീഡ്, കോളിയോപ്റ്റെയിൽസിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഓക്സിൻസ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫ്രം ദ ഓട്ട് സീഡ്ലിങ്സ്, ഓട്സിൽ നിന്നാണ്, ഓട്ട് സീഡ്ലിങ്സിൽ നിന്നാണ് അത് എടുക്കുന്നത്. അപ്പൊ അവിടെ അത് ഐസൊലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് FW വെൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അപ്പൊ ഓക്സിൻസ് എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺസ് കണ്ടെത്താൻ മുൻകൈ എടുത്തത് ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫ്രാൻസിസ് ഡാർവിനുമാണ് എന്നുള്ളതും, കോളിയോപ്റ്റെയിൽ എന്നാണ് ഈ പറയുന്ന ഓക്സിൻസ് ഐസൊലേറ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് FW വെൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. Let's wait for the function.
എന്താണ് ഓക്സിൻസിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാം, നമുക്ക് ഇതിന് റൂട്ട് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. റൂട്ട് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ് കേട്ട് നെട്ടൊന്നും വേണ്ട. റൂട്ട് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഡെവലപ്മെന്റിന് സഹായിക്കുക, റൂട്ടിന്റെ ഗ്രോത്ത്, റൂട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റെമ്മൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ സ്റ്റെം കട്ടിങ്ങളൊക്കെ റൂട്ട് ഫോർമേഷൻ നടത്തുന്നത് കാണാം. അതിന് കാരണമാരാണ് ഈ ഓക്സിൻസ് ആണ്. അതുപോലെ തന്നെ പ്രൊമോട്ട് ഫ്ലവറിംഗ്. ഇത് ഓരോ പ്ലാന്റ്സിലും വ്യത്യസ്ത രൂപത്തിലാണ് ഓക്സിന്റെ എബിലിറ്റി കിട്ടുക. എല്ലാത്തിലും ഗ്രോത്ത് റെഗുലേറ്റിംഗ് ആണ്, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ വ്യത്യസ്ത പ്ലാന്റുകളിൽ വ്യത്യസ്ത രൂപത്തിലാണ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രൊമോട്ട് ഫ്ലവറിംഗ് പൈനാപ്പിൾ ആണ് അത് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏർലി സ്റ്റേജിൽ ഫ്രൂട്ടും അതുപോലെ തന്നെ ഈ ലീഫൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതില്ലാതാക്കാൻ സഹായിക്കും ഈ പറയുന്ന ഈ ഓക്സിൻസ് സഹായിക്കും. പ്രിവെന്റ് ദ ഫ്രൂട്ട് ആൻഡ് ലീഫ് ദ ഡ്രോപ്പ് ഏർലി സ്റ്റേജ്. ഓക്കെ. പ്രൊമോട്ട് ദ ആബ്സിഷൻ ഓഫ് ഓൾഡർ മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. അതായത് ഓൾഡർ ആയിട്ടുള്ള ഫ്രൂട്ടിന്റെയും ഇതിന്റെയൊക്കെ ആബ്സിഷൻ അതിനെ തടഞ്ഞു നിർത്താനും ഇത് സഹായിക്കും. And reduce parthenocarpy. What is parthenocarpy? The word is familiar with you and the chapter on morphology. Parthenocarpy. Parthenocarpy, that means the flower or the fruit that is formed without the fertilization. അപ്പൊ ടൊമാറ്റോസില് പാർത്തനോകാർപ്പിക്ക് കാരണം ആരാണ്? ഓക്സിൻസ് ആണ്. നമ്മള് ടൊമാറ്റോ ഇത് പറഞ്ഞിരുന്നു, ബനാന പാർത്തനോകാർപ്പിക്ക് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ടൊമാറ്റോയിൽ പാർത്തനോകാർപ്പി കാണാം. അതിന് കാരണം ആരാണ്? പ്രസൻസ് ഓഫ് ഓക്സിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ്, and is used as a herbicide. ഹെർബിസൈഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കളകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി. അതിന് എക്സാമ്പിൾ ആണ് 240. കൺട്രോൾ സൈലന്റ് ഡിഫറൻസിയേഷൻ. സൈലന്റ് ഡിഫറൻസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? സൈലന്റ് വെസൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്ന ആ പ്രോസസ് അത് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ, സെൽ ഡിവിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ആരുടെ ഫംഗ്ഷൻ? ഓക്സിൻസിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കും. നെക്സ്റ്റ്, ദ ലാസ്റ്റ് വൺ, പ്രൊമോട്ട് ദ അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഓക്സിൻസ് കാണുന്നത്, ശ്രദ്ധിക്കാം, ഓക്സിൻസ് കാണുന്നത് ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന്റെ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത് ഈ പാർട്ടാണ് അല്ലെ? അപ്പെക്സ് റീജിയൻ. സോറി, അപ്പെക്സ് റീജിയൻ എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. ഓക്കെ. അപ്പൊ ഈ അപ്പെക്സ് റീജിയനിൽ ശ്രദ്ധിക്കാം, ഈ അപ്പെക്സ് റീജിയനിലാണ് ആരുണ്ടാവുക? ഈ ഓക്സിൻസ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അപ്പിക്കൽ ഡോമിനൻസിന് കാരണമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിക്കൽ റീജിയൻ, അതായത് നമ്മൾ ഈ റീജിയൻ എന്ത് ചെയ്യാൻ തുടങ്ങും? വളരാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ഇവിടെയാണ് അപ്പിക്കൽ ബഡ്സ് ആണെങ്കിൽ ലാറ്ററൽ ബഡ്സ് ഈ ഭാഗത്തൊക്കെയാണ് കാണുക അല്ലെ? ലാറ്ററൽ ബഡ്സ് ഈ ഭാഗത്തൊക്കെയാണ് കാണുക. അങ്ങനെ ആ ലാറ്ററൽ ബഡ്സിൽ നിന്നാണ് ബ്രാഞ്ചസും ലീഫും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ റീജിയൻ വളരുകയും ലാറ്ററൽ ബഡ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഉയരം അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും, സൈഡൊക്കെ ഒന്നും വളരെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ടൊക്കെ പറിച്ചെടുക്കാൻ പറ്റുമോ? ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിന്റെ ഷൂട്ട് ടിപ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കാം. ഉദാഹരണത്തിന് അപ്പിക്കൽ മെരിസ്റ്റമാണ് കൂടുതലെങ്കിൽ, അപ്പിക്കൽ റീജിയനിൽ ഉള്ളതാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ അപ്പെക്സ് മുകളിലോട്ടുള്ള ഗ്രോത്ത് കൂടുകയും ലാറ്റർ സൈഡിലോട്ടുള്ള ഗ്രോത്ത് കുറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും അല്ലെ? അപ്പൊ ഹോർട്ടികൾച്ചറൽ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അപ്പെക്സ് റീജിയൻ അങ്ങ് കട്ട് ചെയ്യും. മനസ്സിലായോ? ലെവൽ ഓഫ് ഷൂട്ട് ടിപ്സ് മുകൾ റീജിയൻ കട്ട് ചെയ്യും. റിസൾട്ട് ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓക്സിജൻസിന്റെ അളവ് കുറഞ്ഞു. സ്വാഭാവികമായിട്ടും ഏത് റീജിയൻ വളരും? ലാറ്ററൽ റീജിയൻ വളരും. ഇത് സാധാരണ നമ്മൾ ചെയ്യാറ് ടീ പ്ലാന്റേഷനിലൊക്കെയാണ്, ഹെഡ്ജ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി
നമ്മൾ സാധാരണ ചെയ്യുന്ന എവിടെയാണ്? ടീ പ്ലാന്റേഷനിലൊക്കെയാണ്. അപ്പൊ അപിക്കൽ ഡോമിനൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. Next we go into the ഓക്കെ. അതുപോലെ തന്നെ ഓക്സിൻസ് എവിടെയും സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ അപ്പെക്സ് റീജിയനിൽ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ബേസ്ഡ് ഓൺ നോളജ് പലതരത്തിൽ ഓക്സിൻസ് കാണാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് IAA, അതായത് പ്രകൃതിപരമായിട്ട് സസ്യങ്ങളിലൊക്കെ കാണുന്നത് ഓക്സിൻസ് ഏത് രൂപത്തിലാണ്? IAA ഫോമിലാണ്, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ IPA, അതും നാച്ചുറൽ ആണ്, ഇൻഡോൾ ബ്യൂട്ടാറിക് ആസിഡ്. അതായത് നാച്ചുറൽ ആയിട്ടും ഓക്സിൻസ് കാണാറുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഈ ഓക്സിൻസ് പ്ലാന്റ്സിൽ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താ അറിയോ? പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ. മനസ്സിലായല്ലോ? അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡോൾ ബ്യൂട്ടാറിക് ആസിഡ് എന്ന് പറയുന്നതും എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സിന്തറ്റിക് ഉള്ളതാണ്, സിന്തറ്റിക് ആയിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓക്സിൻസ് ഉള്ള കോമ്പൗണ്ട് ആണ് NaA, നാഫ്തലീൻ അസറ്റിക് ആസിഡ്, ആൻഡ് 2,4-D, 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക്. ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് 2,4-D ഇതൊക്കെ വരുന്നത്? 2,4 എന്നൊക്കെ പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിങ്ങുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നത് ഇൻഡോൾ അസറ്റിക് 3 അസറ്റിക് ആസിഡ് എന്ന രൂപത്തിലും ഇൻഡോൾ ബ്യൂട്ടാരിക് ആസിഡ് എന്ന് പറയുന്ന രൂപത്തിലുമാണ്. സിന്തറ്റിക് ആണെങ്കിൽ നാഫ്തലിക് അസറ്റിക് ആസിഡും അതുപോലെ തന്നെ ഡൈക്ലോറോഫിനോ അസറ്റിക്. Next when you go to the gibberellins, second one ആണ് gibberellins എന്ന് പറയുന്നത്. കുറോസോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന ജിബർലൈൻസ് കണ്ടെത്തുന്നത്. അദ്ദേഹം സീ പ്ലാന്റേഷനിലോ കാണുന്ന ബാക്കെയിൻ എന്ന് പറയുന്ന ഡിസീസ് കാണുകയും അതിന് കാരണം ജിബർല ഫുജിക്കുറൈ എന്ന് പറയുന്ന ആൽഗയാണ്, ജിബർല ഫുജിക്കുറൈ എന്ന് പറയുന്ന ഫഞ്ചയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ജിബർലിൻ എന്ന് പറയുന്ന സാധനം പ്രസന്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത ജിബർലൈൻസ് ആണ് GA3 അതുപോലെ തന്നെ ടെർപീൻസ് എന്ന് പറയുന്ന 2 തരം ജിബർലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജിബർലൈൻസ് കണ്ടുപിടിക്കുന്നത് കുറോസോവ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഈ ജിബർലൈൻസിന്റെ ഫംഗ്ഷൻ? ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ആക്സിസിന്റെ ലെങ്ത് കൂട്ടുക, അതായത് വലിപ്പം കൂട്ടുക എന്നുള്ളത്. അത് സാധാരണ കാണുന്നത് ഗ്രേപ്സ് അതുപോലെ തന്നെ ഷുഗർ കെയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷേപ്പ്, അതായത് ഫ്രൂട്ടിന്റെ ഷേപ്പിൽ ഇലോങ്ങേഷൻ അതുപോലെ തന്നെ അതിന്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. സാധാരണ ഏതിലാണ് അതിന്റെ ഫംഗ്ഷൻ കാണുക? ആപ്പിളിലാണ്. അതുപോലെ തന്നെ ഡിലേ ദ സെൻസസ്, അതായത് നമുക്കറിയാം ഫ്രൂട്ട് എന്ത് ചെയ്യണം? കുറച്ച് കാലം കൂടിയാണ് നിൽക്കണം, എന്നാലേ നമുക്ക് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? അതിനെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. സമയത്തിന് മുമ്പ് ഫ്രൂട്ട് പൊഴുക്കുകയും അതിന് നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ വിറ്റയക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിലേ സെൻസസസ്, അതായത് ഈ റൈപ്പൺ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്ന പ്രോസസ്, അതാണ് സെൻസസ് എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യും? ഡിലേ ചെയ്യും ഫോർ മാർക്കറ്റ് പീരിയഡിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി GA3 എന്ന് പറയുന്നത് ജിബർലിൻ എന്ന് പറയുന്ന ഇത് മാൾട്ടിംഗ് പ്രോസസ്, ബ്രീവിംഗ് ഇൻഡസ്ട്രിയിലെ മാൾട്ടിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ബ്രീവിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ബിവറേജ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ള ഒരു പ്രോസസ്സാണ് മാൾട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്ന് ഫുഡ് സാധനമൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാൾട്ടിംഗ് പ്രോസസ്. അത് സ്പീഡ് അപ്പ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ജിബർലൈൻസ് സാധാരണ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞ ഓക്സിൻസിന്റെ അതേ ഫംഗ്ഷൻ, ആക്സിലറേറ്റ് മെച്ചൂരിറ്റി പീരിയഡ് പെട്ടെന്ന് ആകും. എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ പ്രൊമോട്ട് ബോൾട്ടിംഗ്. എന്താണ് ബോൾട്ടിംഗ് എന്ന് പറയുന്നത്? ബോൾട്ടിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇന്റർനോഡ് ഇലാഗേഷൻ ജസ്റ്റ് പ്രയർ ടു ഫ്ലവറിംഗ്. നമുക്കറിയാം ഇന്റർനോഡ് കാണാം അല്ലെ. ആ ഇന്റർനോഡിന്റെ വലുപ്പം, അതായത് 2 നോഡുകൾക്കിടയിൽ കാണുന്ന ഭാഗമാണ് ഇന്റർനോഡ് എന്ന് പറയുന്നത്.
ആ ഇന്റർനോഡിന്റെ എലോങ്ങേഷൻ ഏത് സമയത്താണ്? ഫ്ലവറിംഗിന്റെ സമയത്ത്. ഇത് സാധാരണ കാണുന്നത് റോസറ്റെ എന്ന് പറയുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സിലാണ്. ദാറ്റ് ഈസ് ബീറ്റ് ക്യാബേജ്. റോസറ്റെ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ടൈപ്പില് ലീഫ് അറേഞ്ച്മെന്റ് വരുന്ന ആ ഒരു കൺസിഡിനെയാണ് റോസറ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോട്ടിംഗ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇന്റർനോഡിന്റെ ഇലോങ്ങേഷനെ കൂട്ടും എന്നുള്ളതാണ് ജിബർലൈൻസിന്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ജിബർലൈൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഫഞ്ചയിൽ നിന്നും അതുപോലെ തന്നെ ഹയർ പ്ലാന്റ്സിൽ നിന്നും എന്നുള്ളത് മനസ്സിലാക്കും. സൈറ്റോകൈനൻസ്. സൈറ്റോകൈനൻസ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ സൈറ്റോകൈനൻസ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. സൈറ്റോകൈനൻസ്, സൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൈറ്റോകൈനൻസ് അപ്പൊ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സെല്ലുമായി റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സൈറ്റോകൈനൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മുടെ എത്തിലിനായിരുന്നു സൈറ്റോകൈനൻസ്. എഡിങ് മാറിപ്പോ. അപ്പോ എത്തിലീനാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്തിലിൻ ആദ്യമായിട്ട് കണ്ടെത്തുന്ന ക്രിസിൻസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പഴുത്ത ഓറഞ്ചിൽ നിന്നാണ് ഓറഞ്ച് ബനാനയുടെ റൈപ്പനിങ്ങിന്റെ സ്പീഡ് കൂട്ടുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് പഴുത്ത ഓറഞ്ചിനെയും കുറച്ച് പഴത്തെയും എടുത്തു വെച്ച് കാണും. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വരുന്ന എത്തിലിൻ ഗ്യാസ് സ്വാഭാവികമായിട്ടും എന്തിന്റെ റൈപ്പനിങ്ങിന് സ്പീഡ് ചെയ്യും? ബനാനയുടെ അല്ലെങ്കിൽ പഴത്തിന്റെ റൈപ്പനിങ്ങിന് സ്പീഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? അദ്ദേഹം പിന്നീട് അത് ഐഡന്റിഫൈ ചെയ്തു. അതെന്താണെന്ന് മനസ്സിലാക്കി. എത്തിലിനാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഇൻഫ്ലുവൻസ് ഓൺ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്. ഹൊറിസോണ്ടൽ ഗ്രോത്ത് എന്താണെന്ന് നമുക്കറിയാം. സീഡ്ലിംഗ്സിന്റെ ഹൊറിസോണ്ടൽ ഗ്രോത്തിന് കാരണമാകുന്നു. പ്രൊമോട്ട് സെൻസസ് ആൻഡ് ആക്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. സെൻസസ് എന്താണെന്ന് അറിയാം, ആക്സിഷൻ എന്താണെന്ന് അറിയാം. ഫോളിംഗ്, അതായത് അതിന്റെ ഡെഡ് ആവാം, അത് കൊഴിഞ്ഞു പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇൻഡ്യൂസ് ഫ്രൂട്ട് റൈപ്പനിങ്, അത് തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. പഴം പാകമാകാൻ സഹായിക്കുന്നു. എൻഹാൻസ് റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിംഗ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം റൈപ്പനിങ് ഓഫ് ഫ്രൂട്ടിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി എന്തിന് ആവശ്യമാണ്? പ്ലാന്റ്സിൽ ആവശ്യമാണ്. കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് റെസ്പിറേഷൻ നടക്കണം. അതിനു വേണ്ടിയിട്ട് അത് റെസ്പിറേറ്റ് കൂട്ടും. And it breaks the seed and bud dormancy. Seed dormancy, bud dormancy break ചെയ്യാനും ഏത് പറ്റും? ഈ പറയുന്ന നമ്മുടെ ഈ എത്തിലിന് പറ്റും എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ് ഓഫ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്, പ്രൊമോട്ട് സെൻസസ് ആൻഡ് ആക്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഇൻഡ്യൂസ് ദ ഫ്രൂട്ട് റൈപ്പനിങ്, എൻഹാൻസ് ദ റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിംഗ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. ഫെമിലിയർ ആണ്, അതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. ഇറ്റ് ബ്രേക്സ് ദ സീഡ് ആൻഡ് ബഡ് ഡോർമൻസി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് അടുത്തത് പ്രൊമോട്ട് ദ റാപ്പിഡ് ഇന്റർനോഡ് പീറ്റിയോൾ എലോങ്ങേഷൻ. ഇന്റർനോഡുകൾ എന്താണ് എന്നറിയാം, പീറ്റിയോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ രണ്ടിന്റെയും ഇലോങ്ങേഷൻ ഡീപ് വാട്ടർ റേസ് പ്ലാന്റ്സ്, വാട്ടർ പ്ലാന്റ്സിൽ. അതായത് നമുക്കറിയാം വാട്ടർ പ്ലാന്റ്സിന്റെ ലീഫ് മുകളിലോട്ട് പൊന്തി നിൽക്കണം, അതായത് അതിന് വലുപ്പം വേണം. അതിന് വേണ്ടിയിട്ടാണ്. It helps the leaves upper parts of the shoot to remain above the water. വാട്ടറിന്റെ മുകളിൽ അത് നിൽക്കേണ്ടത് നിർബന്ധമാണ്. ആ ലീവ്സും അതുപോലെ തന്നെ പ്ലാന്റിന്റെ അപ്പർ പാർട്ടും. അതിനു വേണ്ടിയിട്ട് അതിന്റെ ഇന്റർനോഡിന്റെയും അതുപോലെ തന്നെ ഏതിന്റെയാണ്? പീറ്റിയോളിന്റെയും ലെങ്ത് എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ്. അതിനു വേണ്ടിയിട്ടും ഈ ഓപ്ഷൻസ് സഹായിക്കും. And also for the root growth and root hair formation. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് റൂട്ട് ഗ്രോത്ത് റൂട്ട് ഹെയറിന്റെയും ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? റൂട്ട് ഗ്രോത്തും റൂട്ട് ഹെയറും കൂടുതൽ ഫോം ചെയ്താൽ അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അബ്സോർപ്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. And used to initiate flowering and for synchronizing food set in pineapples. പൈനാപ്പിൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിംഗ് ഇനീഷ്യേറ്റ് ചെയ്യും, മാത്രമല്ല സിങ്ക്രണൈസ് ചെയ്യും. എന്താണ് ഈ സിങ്ക്രണൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ സമയത്ത് ഫ്ലവറിംഗ് നടക്കും. ഒരേ സമയത്ത് അതിന്റെ ഫ്ലവറിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കും. അതിലെ ഫ്ലവറുകളെല്ലാം ഒരുമിച്ച് പൂക്കും എന്നർത്ഥം. കാരണം പോളിനേറ്റിംഗ് ഏജന്റ് ഒരു വിഷയമാണ്. പല പ്ലാന്റ്സിനും ഒരു പോളിനേറ്റിംഗ് ഏജന്റ് നിർബന്ധമാണ്. ആ പോളിനേറ്റിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുകയുള്ളൂ.
അപ്പൊ ഇത് ഈ പൂക്കളെല്ലാം ഒരുമിച്ച് പൂക്കുക എന്നുള്ളത് സിങ്ക്രണൈസ് ആയിട്ട് അതിന്റെ ഫ്ലവറിംഗ് നടക്കുക എന്നുള്ള നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടും ഈ പറയുന്ന ഓക്സിൻസ് സഹായിക്കും. അതാണ് സിങ്ക്രണൈസിങ് ഓഫ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ടിഷ്യൂസും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് റൈപ്പണിംഗ് ഫ്രൂട്ട്സിന്റെ സമയത്തും സെൻസസിന്റെ ഒക്കെ സമയത്ത് മനസ്സിലാക്കാം. ഇനി എത്തിഫോൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എത്തിലിക് ഗ്യാസിനെ സിന്തറ്റിക് ആയിട്ട് നിർമ്മിച്ച ഒരു മോഡലാണ് എത്തിഫോൺ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഹോർട്ടിക്കൾച്ചർ ഫീൽഡുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടി ചെന്നാൽ പെട്ടെന്ന് ഫ്ലവറിംഗ് നടക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഫ്രൂട്ട് റൈപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് സാധാരണ ഉപയോഗിക്കുന്നത് സ്പീഡ് ദ റൈപ്പണിംഗ് ഓഫ് ടൊമാറ്റോസ് ആൻഡ് ആപ്പിൾസ്. ഓക്കെ, and next one, accelerate the abscission in flowers and fruit of cotton, cherry and walnut. Okay, and promote the female flowers in cucumbers and thereby increasing their yield. നോക്കാം, എത്തിഫോൺ ഉപയോഗിക്കുന്നത് സാധാരണ ആപ്പിൾസിനും ടൊമാറ്റോ ഉപയോഗിക്കുന്നത് അതിന്റെ റൈപ്പനിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആബ്സിഷൻ ഓഫ് ഫ്ലവേഴ്സ്, അതായത് ഫ്ലവറുകൾ ആബ്സിഷൻ പാളിയ ആൻഡ് ഫ്രൂട്ടിന്റെ അല്ലെ, അത് ഏതിനാണ് സഹായിക്കുന്നത്? കോട്ടണിലും അതുപോലെ തന്നെ ചെറി വാൾനട്ടിലും ഒക്കെയാണ്. ആൻഡ് പ്രൊമോട്ട് ദ ഫീമെയിൽ ഫ്ലവേഴ്സ്, അതായത് കുക്കുംബറിൽ കൂടുതൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ഈൽഡ്, കൂടുതൽ എമൗണ്ട് നമുക്ക് കിട്ടും അല്ലെ. അതാണ് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഒരു കെമിക്കൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഫ്ലവർ കുക്കുംബറിലെ ഒരുപാട് ഫീമെയിൽ ഫ്ലവേഴ്സിനെ അത് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത്രയുമാണ് എത്തിഫോണിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ആബ്സിസിക് ആസിഡ് 1960-ലാണ് ആബ്സിസിക് ആസിഡ് 3 കൈൻഡ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് കണ്ടെത്തുന്നത്. ഒന്ന് ഇൻഹിബിറ്റർ ബി, ആബ്സിൻ 2, ഡോർമി എന്ന് പറയുന്നത്. ഇതെല്ലാം ഐഡന്റിക്കൽ ആണ്, ഒരുപോലെ ഉള്ളതാണ് എന്നുള്ളതാണ്. എല്ലാം കെമിക്കലി എന്ത് തന്നെയാണ് ഉള്ളത്. ആബ്സിസിക് ആസിഡ് ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു എത്തിലിനെ പോലെ തന്നെ ഗ്രോത്തിനെ നിർത്തുന്ന ഒരു ഹോർമോണാണ്. സീഡ് ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യാം, സീഡ് ജെർമിനേഷനെ തടസ്സപ്പെടുത്താം. ഓക്കെ, ആൻഡ് ആൾസോ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. അതായത് ആബ്സിസിക് ആസിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാനുള്ള കാരണം? നമുക്കറിയാം, പലതരത്തിലും സ്ട്രെസ്സിലൂടെ ഈ പ്ലാന്റ്സിന് കടന്നു പോകേണ്ടതുണ്ട്. വാട്ടർ സ്ട്രെസ് വരാം, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രെസ്. അതായത് വാട്ടർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സ്കാർസിറ്റി എന്ന് നമുക്ക് വേറെ രൂപത്തിൽ പറയാം അല്ലെ. അങ്ങനെ വാട്ടർ സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റൊമാറ്റൽ മൂവ്മെന്റ്, നമുക്കറിയാം സ്റ്റൊമാറ്റയിലൂടെയാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു, മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചു. അപ്പൊ ഈ സ്റ്റൊമാറ്റൽ മൂവ്മെന്റ് റെഗുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്നതിന് വേണ്ടിയിട്ടാണ്? ഫോർ പ്രോപ്പർ പ്ലാന്റ് ഫിസിയോളജിക്കൽ പ്രോസസ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ സ്റ്റൊമാറ്റൽ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആബ്സിസിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഇത് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ മെച്ചുറേഷൻ, ഡോർമൻസി അതിനൊക്കെ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. മനസ്സിലായതോ? ഡിലേ, സി ഡോർമൻസിനൊക്കെ ഡിലേ ചെയ്യും. നമുക്കറിയാം ആന്റഗോണിസ്റ്റ് ജിബ്ബർലൈൻസ് എന്ന് പറയാനുള്ള കാരണം ജിബ്ബർലൈൻസ് ഈ സാധനങ്ങളെ എല്ലാം ഇൻക്രീസ് ചെയ്യായിരുന്നു. എത്തിലിൻ, സീഡ് ജെർമിനേഷൻ, ശ്രദ്ധിക്കുക, അവിടെ ആന്റഗോണിസ്റ്റ് എത്തിലിൻ എന്ന് പറയാനുള്ള കാരണം സീഡ് ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എത്തിലിൻ ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊമോട്ട്, ശ്രദ്ധിക്കുക, ഇവിടെ ഡിലേസ് സീഡ് ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ഡോർമൻസി. പക്ഷെ അത് ആന്റഗോണിസ്റ്റ് ജിബ്ബർലൈൻസ് പറയാനുള്ള കാരണം ജിബ്ബർലൈൻസ് എന്തായിരുന്നു? ഇതിനെല്ലാം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ആൾസോ പ്രൊമോട്ട് ആബ്സിഷൻ ഓഫ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്. അറിയാം, ആബ്സിഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഡെഡ് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതിന്റെയൊക്കെ ലീവ്സിന്റെയും ഫ്ലവേഴ്സിന്റെയും അതുപോലെ തന്നെ ഫ്രൂട്ടിന്റെയും. ഓക്കെ, സാധാരണ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോറോപ്ലാസ്റ്റ് റീജിയനിലാണ്. ലീവ്സിന്റെ
ഈ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് അതിന്റെ ഒരു ഡെറിവേറ്റീവ് തന്നെയാണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതേ കെമിക്കൽ ഫോമിലൊക്കെ വരുന്ന ഒരു സാധനമാണ് ഡെറിവേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് മെയിൻലി പ്രൊഡ്യൂസ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ് റീജിയൻ ആൻഡ് വി ഈസ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് കരോട്ടിനോയിഡ്സ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ലാസ്റ്റ് ഒരു ഹോർമോൺ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. സൈറ്റോകൈനിൻ എന്ന് പറയുമ്പോൾ സൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുമായി റിലേറ്റ് ചെയ്ത ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോണിന് സെൽ ഡിവിഷനും വളരെയധികം പ്രസക്തിയുണ്ട്. ശ്രദ്ധിക്കാം, സിയാറ്റിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കോക്കനട്ട് മിൽക്കിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നത്, തേങ്ങാവെള്ളത്തിൽ നിന്ന്. മനസ്സിലായത്? ഇതിന്റെ ഫംഗ്ഷൻ പ്രൊമോട്ട് സെൽ ഡിവിഷൻ എന്നുള്ളത് തന്നെയാണ്. സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ് ആൻഡ് ലാറ്ററൽ ഷൂട്ട് ഔട്ട്സ്. പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ് ആൻഡ് ലാറ്ററൽ ഷൂട്ട് ഔട്ട്സ്, പുതിയ ഇലകള് അതുപോലെ തന്നെ ലാറ്ററൽ ഷൂട്ട് ഔട്ട് നടത്താനൊക്കെ സഹായിക്കുന്നു. ഫോർമേഷൻ ഓഫ് അഡ്വാൻറ്റേജിയസ് റൂട്ട്. അഡ്വാൻറ്റേജിയസ് റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ? പോപ്പ് റൂട്ട് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിനെയൊക്കെ ഫോർമേഷന് സഹായിക്കുന്നു. ന്യൂട്രിയൻ മൊബിലൈസേഷൻ. ന്യൂട്രിയൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസിനെ പല സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ന്യൂട്രിയന്റെ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഡിലേ സെൻസൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സെൻസൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പ്ലാന്റ്സിന്റെ ഡെഡ് ആണ്. അതായത് പ്ലാന്റ്സിന്റെ ലീവ്സും ഫ്രൂട്ടൊക്കെ ഫോൾ ചെയ്യുന്നതൊക്കെയാണ് അതുമായി ഉദ്ദേശിക്കുന്നത്. അതിനെ ഡിലേ ചെയ്യും ഏതാ? ഈ സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതും എന്താണ്? ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഹോർമോൺ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് പ്ലാന്റ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രോത്ത് ആൻഡ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സുകൾ തൊട്ട് നമുക്ക് +1 നമ്മുടെ പാഠങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് കാണാം. ഓക്കെ, താങ്ക് യു.